രാവിലെ എങ്ങോട്ടൊന്നും അല്ലാത്തൊരു യാത്ര. ബീച്ചിൻ്റെ സൈഡിലോട്ട് പോകാമെന്ന് പറഞ്ഞിറങ്ങിയതാണ്. അവിടെ പോയിട്ട് തീരുമാനിക്കുക എങ്ങോട്ട് പോകണമെന്ന്. എന്തായാലും അങ്ങോട്ടേക്ക് പോകും. ബീച്ചിൻ്റെ അടുത്തെത്തി. ഇപ്പോൾ അവിടെ ഒരു ഫാമിലി അവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മയാണെങ്കിൽ ദൂരെ ഒന്ന് എവിടെയോ പോയിട്ട് തിരിച്ച് റിട്ടേൺ ഓടി വരുവാണ്. എന്തായാലും കാഴ്ചകളൊക്കെ കണ്ട് ഇനി അപ്പോൾ അതൊക്കെ മുന്നിലോട്ട് പോകാം. ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടെ കാണാൻ ഇവിടെ നിന്ന് നോക്കാന്തേക്കും ബുദ്ധൻ്റെ ഒരു വലിയ പ്രതിമ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും അങ്ങോട്ട് പോയി. ഇവിടെ റെഡ് അലേർട്ടാണ്, പക്ഷെ അവർക്ക് അതൊന്നൊരു പ്രശ്നമില്ല. അവർ പിന്നെ പോയിക്കോളും കേട്ടോ. ഇവരെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം നമുക്ക് എന്തായാലും മുമ്പിലോട്ട് പോകാം. എന്തായാലും ഈ വഴി സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ എത്തുക. എനിക്ക് വഴിയൊന്നും അറിയത്തില്ല. ഞാൻ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ അങ്ങ് പോകണമെന്നേ ഉള്ളൂ. മെയിൻ റോഡിൽ കൂടെ അല്ല, സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ്. എന്തായാലും പോയി നോക്കാം. പക്ഷെ നല്ല രസമുണ്ടല്ലോ ഇവിടെ. തെങ്ങുകളെല്ലാം കറക്റ്റ് ലെവലിന് ഇങ്ങനെ നട്ട് വെച്ചേക്കുവാണ്. നമ്മളെ നാട് പോലെ തന്നെയാണ് സ്ഥലം, പക്ഷെ കുറച്ച് വൃത്തിയുണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഇത്രയും വൃത്തിയാണതല്ലേ. എല്ലാം കറക്റ്റ് ലെവൽ ഇൻ്റർലോക്ക് ചെയ്തിട്ട്. പക്ഷേ എന്തെന്നറിയത്തില്ല, ഇവിടെ ഒരു പ്രത്യേക ഒരു കാലാവസ്ഥയും നല്ല ജീവിക്കാൻ പറ്റിയ സ്ഥലം. നല്ല രസമുണ്ട്. പക്ഷേ ഇതിലേക്കൂടെ പോകാനും കാഴ്ചകളെല്ലാം ഓക്കെയാണ് ഇവിടെ. ജീവിക്കാനും പൈസ കുറവാണ്, ചിലവ് കുറവ്, എല്ലാം ഓക്കെയാണ് ഇവിടെ. ഇവിടെ ഒരു നല്ലൊരു ജോലിയുടെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഇവിടെ സെറ്റിലായിട്ട് ജീവിക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ ജോലി കിട്ടുന്ന കാര്യം പാടാണ്. എന്തായാലും മുമ്പിലോട്ട് തന്നെ പോവാം. എന്തായാലും ബുദ്ധനെ കണ്ടിട്ട് തിരിച്ചു വരാം. ഇവിടെ എല്ലാം ഈ നൈറ്റ് പാർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വലിയ ചിലവൊന്നുമില്ല. ഇവിടെ ഒന്നും നൈറ്റ് പാർട്ടിക്കൊന്നും പോകാൻ വലിയ ചിലവൊന്നുമില്ല. അവരൊക്കെ ഭർത്താവിന് കാല് വയ്യ, ഭാര്യ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്ത് കൊണ്ടുപോകണം. അതൊക്കെ ഒരു ഭാഗ്യമാണല്ലേ. പിന്നെ നല്ല ബുദ്ധനെ കണ്ട ഇവിടെ എല്ലായിടത്തും ഈ അമ്പലങ്ങളും കാര്യങ്ങളും എല്ലാം കൂടുതൽ. സൈഡിൽ എനിക്കിത് കണ്ടപ്പോൾ നല്ല കൗതുകമായിട്ട് തോന്നി. പക്ഷേ ഒറിജിനൽ ബോട്ടാണ് കേട്ടോ. ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബോട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അത് നശിപ്പിച്ച് കളയാതെ നേരെ കൊണ്ടുവന്നത് ആൾക്കാർക്ക് കാണാൻ വേണ്ടി വെച്ചേക്കുവാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ താഴെയാണ് വെച്ചേക്കുന്നത്. ഒറിജിനൽ ബോട്ടാണ്, പക്ഷെ അത് നശിച്ച് പോയി. അവിടെ കുറച്ചൊക്കെ ഇത് പണ്ടത്തെ ബോട്ടാണെന്ന്. ഇതിൻ്റെ കൂടുതലായിട്ട് ഹിസ്റ്ററി ഒന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ഒരു കൗതുകം തോന്നി. എന്തായാലും വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതായതാണ്. പക്ഷെ കൊള്ളാം. എല്ലാം വർക്കിങ്, ഫാനൊക്കെ വർക്കിംഗ് ആണെന്ന് തോന്നുന്നു. കറക്കി നോക്കിയില്ല. ഇവിടെ ശകലം പൊട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നശിച്ചത് കൊണ്ടാണ് മുകളിലോട്ട് ഒരു ഇതാക്കി വെച്ചതെന്ന് തോന്നുന്നു. പണ്ടത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവരെ വല്ല ഹിസ്റ്ററിയൊക്കെ കാണും. എന്താണെന്ന് എനിക്ക് കൂടുതലായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ കൊള്ളാം, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ കാണാൻ നടക്കില്ല, നേരിട്ട് കാണാൻ ഇരിക്കുന്ന ഭംഗിയാണ്. നല്ല സൈഡിലായിട്ട് വലിയൊരു ബിൽഡിങ്ങിൻ്റെ സൈഡിലാണ് വെച്ചേക്കുന്നത്. ഇത് കണ്ടപ്പോഴേക്കും ആ വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം, അങ്ങനെ എടുത്തതാണ്. പക്ഷേ അത് മറിയാതിരിക്കാൻ വേണ്ടി കെട്ടി എല്ലാം ലെവൽ ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി എന്തായാലും മുമ്പിലോട്ട് ബുദ്ധൻ്റെ അടുത്തോട്ട് പോകും. അത് കുറച്ചധികം ദൂരമുണ്ട്. പക്ഷേ സ്ഥലം നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള സ്ഥലമായിട്ട് തോന്നില്ലേ? നല്ല രസമുണ്ടല്ലേ. നമ്മളെ നാടാണെന്നേ തോന്നും. നമ്മളെ നാടിനെ മിസ് ചെയ്യത്തില്ല ഇവിടെ നിൽക്കുമ്പോൾ. അല്ലേ, വണ്ടി കൊണ്ടുപോകണം സ്കൂട്ടറിൽ. ഇതെല്ലാം മീൻ പിടിക്കുന്ന ആൾക്കാരാണ്. ഫുള്ള് ബോട്ടുകളും എല്ലാവരും നടന്നൊക്കെ പോകണം. ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങോട്ട് പോകണുണ്ട് കേട്ടോ. ഇതുവഴി കയറി പോവാം, പക്ഷേ അതൊക്കെ ക്ലോസ് ചെയ്താക്കുവാണ്. അവിടെയൊക്കെ മഴ സീസണാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. പിന്നെ അവിടെ നിന്ന് അപ്പുറത്തുനിന്നൊരു വഴിയുണ്ട്. ആ വഴി കയറി മുകളിലോട്ട് പോകണം. കുറച്ച് ദൂരോടെ ഉണ്ട്. അവിടെ പോയി ബുദ്ധനെയും കണ്ടിട്ട് തിരിച്ചു വരാം. പക്ഷെ അവിടെ എന്തൊക്കെ ഉണ്ടെന്നും അറിയത്തില്ല കേട്ടോ. പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ചാണ് പോണത്. അടുത്ത സ്ഥലങ്ങളിലൊക്കെ പോയി കണ്ട് കറങ്ങി വരാമെന്ന്. പക്ഷെ ഇത് ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് പോകും തോന്നും. ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് തന്നെ. എന്തൊക്കെയാണെന്ന് അകത്തേക്ക് നോക്കാം. മ്യൂസിയം വല്ലതും ആണോ എന്തോ.
എന്തായാലും മുകളിലോട്ട് ചെല്ലുമ്പോൾ അറിയും എന്തൊക്കെയുണ്ടെന്ന്. വണ്ടികൾ നിരനിര താഴോട്ട് വരുന്നു. മലയുടെ മുകളിൽ കയറി പോകണമെന്ന്. ഉരുണ്ട ഭൂമി കാണുന്ന പോലെ ഉണ്ട്. താഴോട്ട് പോയി നല്ല രസമുണ്ടല്ലേ. കടൽ ഗോളാകൃതിയിലിരിക്കുന്നു എല്ലാം. വണ്ടി സ്കൂട്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഫോണ് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഫോൺ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബുദ്ധനെ കണ്ട്, ഈ ബുദ്ധനെയാണ് അവിടെ ബീച്ചിൻ്റെ അടുത്ത് കണ്ടുകൊണ്ടത്. ഇവിടുന്ന് തീരുന്നില്ലടേ, ഇതിനൊരു അന്തിയില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പം മുകളിലോട്ട് പോവാം. ഒരുപാട് ദൂരം ഇനി കയറി കേട്ടാ. കറക്റ്റ് പറഞ്ഞൊരു മലയുടെ മുകളിൽ കയറിയൊരു ഫീലുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ നിന്ന് കാണാൻ രക്ഷയില്ല, അടിപൊളി. പറയാൻ വാക്കുകളില്ല കേട്ടോ ഇങ്ങോട്ട് നോക്കാനൊന്നും. പക്ഷെ നേരിട്ട് വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. വീഡിയോയിൽ ഓക്കെയാണ് എങ്കിലും ഇത് സൂപ്പറാണ് കേട്ടോ. നേരിട്ട് കാണാൻ വീഡിയോയിൽ ഓക്കെയാണ്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള രീതിയിലുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഫോണിലാണ് എടുക്കുന്നത്, അപ്പോൾ വണ്ടിയും കൂടെ ഓടിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം. എങ്കിലും പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ വീഡിയോ കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. എല്ലാവരും അകത്ത് കയറിയിട്ട് തിരിച്ചിറങ്ങി. എല്ലാവരും ഫോണിൽ തന്നെ എല്ലാവരും സെൽഫി എടുക്കാൻ തന്നെ എല്ലാവരും വരുന്നെന്ന് തോന്നിട്ട്. ഇവിടെ ടൂറിസ്റ്റുകളാണ് കൂടുതലെല്ലാം, പുറത്തുനിന്നുള്ള ആൾക്കാരാണ് കൂടുതലിവിടെ ഉള്ളത്. ഇവിടുത്തെ നാട്ടിലുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ജോലി ചെയ്തങ്ങ് ജീവിക്കുകയാണ്. ഉള്ളത് വെച്ച് ഒന്നും വേണമെന്നൊന്നും ഇല്ല, കടമേടിക്കും കാര്യങ്ങളൊന്നുമില്ല. കയ്യിലുള്ളത് വെച്ച് അടിച്ച് പൊളിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന നാടാണ് കേട്ടോ അത്. പക്ഷെ കൊള്ളാമല്ലേ ഇവിടെ. പക്ഷെ നല്ല തണുത്ത കാറ്റടിക്കുന്നു കേട്ടോ. നല്ല ഫീൽ എന്ന് വെച്ചാൽ നല്ല സൈലൻ്റ് പ്ലേസ്. ഒരു പ്രത്യേക നമുക്കൊരു ഇത് കിട്ടില്ലേ, ആ ഉള്ളിൽ നിന്ന് അങ്ങോട്ടൊരു തണുത്ത കാറ്റടിക്കുന്നു. ശരീരം ഫുള്ള് ഒരു പോസിറ്റീവ് എനർജി വന്നതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ. കണ്ണിനാണെങ്കിലും എല്ലാത്തിനും ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അവിടെ വന്നതിന് ശേഷം. കൊള്ളാം, എല്ലാം നല്ലൊരു ഹാപ്പി മൂഡ് ഇവിടെ വന്നതിന് ശേഷം. നല്ലൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഫീൽ. ഇത് കൊള്ളാമല്ലേ കാണാൻ. അത് അങ്ങനെയാണെന്നോ, ഇതെന്തോ ആ മരത്തിന് എന്തോ ഒരു ഇതുണ്ട് കേട്ടോ, ഹിസ്റ്ററി ഉണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിവില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ചും പറയുന്നില്ല. ഇത് ഒറിജിനലാണെന്ന് വിചാരിച്ച് ഞാൻ തൊട്ട് നോക്കി, പക്ഷെ ഒറിജിനലല്ല കേട്ടോ, അത് പ്ലാസ്റ്റിക്കാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ കണക്ക് ഇരിക്കുന്നു. പാമ്പിനുണ്ടാക്കി വെച്ചേക്കുന്നു കേട്ടോ. ഇത് ഒറിജിനൽ പൂവാണ്. കൊള്ളാം, എല്ലാം നല്ല രസമുള്ള കാഴ്ചകൾ തന്നെയല്ലേ. രണ്ടെണ്ണം കിടന്ന് അടിപൊളിയാണല്ലോ അവിടെ. എന്തായാലും അകത്തേക്ക് കയറി. ഇവിടെ കാണാൻ ഒരുപാടുണ്ട് കേട്ടോ. ഇന്ന് കണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നടന്ന് ഉപ്പാട് വരുമെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത്. ഇതെന്താണ് സംഭവം എന്ന് ഇതുവരെ മനസ്സിലായില്ല കേട്ടോ. ഞാൻ ആദ്യമേ വിചാരിച്ച് അമ്പലമാണെന്ന് പറഞ്ഞ് വന്നതാണ് ബുദ്ധൻ്റെ. ഇതിപ്പം മ്യൂസിയത്തിൽ കയറിയ ഒരിതുണ്ട്. പക്ഷെ മ്യൂസിയമാണോ അമ്പലമാണോ എന്താണെന്നൊരു പിടുത്തമില്ല. ആശ്രമം വല്ല ഓണോ എന്തോ. ഇതിൻ്റെ അകത്തോട്ട് കയറിപ്പോകും കേട്ടോ. അവിടെ എന്തൊക്കെ ഉണ്ടാകുന്നു. അമ്മയും കുഞ്ഞിൻ്റെയും പടമൊക്കെ വെച്ചേക്കുന്നു. ഇവിടെ എന്താണ് സംഭവം എന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. പക്ഷെ ഇത് ടെമ്പിളാണ് കേട്ടോ. ഇത് ബുദ്ധൻ്റെ ടെമ്പിള്. എനിക്കൊന്ന് ആശ്രമമാണെന്ന് തോന്നുന്നത്. പക്ഷെ കൊള്ളാം. ഇവിടെ വന്ന് കാണേണ്ട കാഴ്ചകളാണ് എല്ലാം. ഇതൊക്കെ പഴയത് ഇതാണ് കേട്ടോ. ഇപ്പോഴൊന്നും ഉണ്ടാക്കിയില്ല, പഴയ പുരാതന കാലത്തുള്ളതാണ്. പക്ഷെ എല്ലാം ഒരു സെറ്റാക്കി വെച്ചേക്കുന്ന കേട്ടോ. ഇവിടെ ഇതാര് ടാക്കിനി മൂവി എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കെന്നറിയാൻ വയ്യില്ല. ഹിസ്റ്ററി പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കാൻ പോകത്തിൻ്റെ പാടാണെന്ന് തോന്നുന്നു. ഇതൊന്നും നമുക്ക് പഠിക്കാൻ ഉണ്ടായിരുന്നെന്നുള്ള എനിക്ക് അറിഞ്ഞൂട കേട്ടോ. ആരാണോ എന്തത്. പിന്നെ
പൊതുവിജ്ഞാനം തീരെ കുറവായതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. താടിക്ക് കൈയും കൊണ്ട് തിരിക്കുകയാണ്. ആരടാ അത്? എല്ലും തോലും അല്ലേ? ഇത് നമ്മളെ കുബേരനെ പോലെ ഉണ്ടല്ലേ. എന്തായാലും കഴിഞ്ഞു. അകത്തേക്ക് കയറാം. ഇവിടെ ബുദ്ധൻ്റെ ഒരു ചെറിയൊരു പ്രതിമയുണ്ട്. അകത്ത് ഇതെന്തൊരു ഒരു വാദ്യ ഉപകരണമാണ്. എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഇവിടെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇതെല്ലാം ഒറിജിനലാണ് കേട്ടോ. നല്ല മണമുള്ള പൂവാണെല്ലാം. നല്ല മണമുണ്ട് കേട്ടോ. അത് അവിടെ അടുത്ത് നിൽക്കാത്തേക്ക് ആ മണം നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് ഇനി പുറത്തോട്ടിറങ്ങാം. ഇവിടെ കുറച്ച് തരുമല്ലേ. ഇത് മാത്രം കണ്ടാപ്പല്ലേ ഫുള്ള് കാണാം. പക്ഷെ ആപ്പിളൊക്കെ നിരത്തി വെച്ചേക്കുന്ന കേട്ടാ. പൂജയ്ക്ക് വെച്ചേക്കുന്നതാണ്. വിളക്കും കത്തിച്ചിട്ടുണ്ട്. പക്ഷെ പൂ രക്ഷയില്ല കേട്ടോ. മണം റോസാപ്പൂവുണ്ട്. ഇവിടുത്തെ പണ്ടത്തെ രാജാവ് വല്ലോണോ അത് കുന്തം പിടിച്ചിരിക്കുകയാണ്. പക്ഷെ ബുദ്ധൻ്റെ പ്രതിമ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇത് വലിയൊരു പ്രതിമ കേട്ടോ. ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന ബുദ്ധനാണ് കൂടുതലുള്ളത് കേട്ടോ. ഇത് വലിയൊരു പ്രതിമയാണ്. പിന്നെ കുബേരന്, ബുദ്ധനും കുബേരനാണ് ഇവിടെ കൂടുതലായിട്ടുള്ള. ഇതാരുടെ ഇത് ഏതാ രാജാവാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇനി ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. ഇനിയും ഒരുപാട് കാണാനുണ്ട്. അങ്ങോട്ടൊന്നും പോയില്ല. നടന്ന് ഉപ്പാട് വരുമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു വന്നൊരു 10 മിനിറ്റിനകത്ത് വെച്ച് കാര്യം കഴിഞ്ഞ് പോവാന്ന്. നടന്ന് ഉപ്പാട് വരും. ഒരുപാട് കാണാനുണ്ട് കേട്ടോ. പിന്നെ നടക്കുന്നതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. ഇവിടെ നല്ല സുഖമുണ്ട്, നല്ല ഫീലുണ്ട്. എല്ലാം നല്ല പോസിറ്റീവായിട്ട് കണ്ണ് കണ്ണിൻ്റെ അകത്ത് ആര് പോസിറ്റീവായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് നടക്കുന്ന ക്ഷീണവും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. മഹാവിഷ്ണു കിടക്കുന്നതൊക്കെയുണ്ട്. ഇതെല്ലാം ഇവിടെ സൈഡിലുള്ള ചിത്രങ്ങളാണ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നടക്കുന്നതൊന്നും നമ്മൾ അറിയത്തില്ല. മഹാവിഷ്ണുവിനെ പോലെ ഉണ്ടല്ലേ. ഒന്നും നമുക്ക് ക്ഷീണമൊന്നും തോന്നത്തില്ല. എല്ലാം കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകളാണ്. അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. എന്തായാലും ഇവിടുന്ന് എൻ്റെ ഞാൻ നേരത്തെ കണ്ട ഫ്ലവർ, ഇത് കുബേർ കുഞ്ചി ഞാൻ പറഞ്ഞില്ലേ. കുബേർ കുഞ്ചി ഇവിടുത്തെ ഇതാണ്. പക്ഷേ നല്ല മണമുള്ള പൂവാണ് കേട്ടോ. അത് നല്ല രസമുണ്ട്, കാണാനും നല്ല രസമുണ്ട്. വീഡിയോയിൽ കാണുന്ന കണക്കല്ല, നേരിട്ട് കാണാൻ അധികം രസമുണ്ട് കേട്ടോ. പക്ഷേ ഈ നാട്ടിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കുബേർ കുഞ്ചിയുടെ ഇതാണെന്തോ ആർക്കും ഇവിടെ നിൽക്കുന്ന നമുക്കാണെങ്കിൽ കൂടി മനസ്സിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. സങ്കടം വരുന്നില്ല കേട്ടോ. എല്ലാ സമയത്തും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നില്ല. വിഷമം എന്തെന്ന് അറിഞ്ഞിടാത്ത ആൾക്കാരാണ് ഇവിടെ ഉള്ളതെല്ലാം. അതുപോലെ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കും അതുപോലെ തന്നെ ആ ഒരു ഫീലിങ്സ് മനസ്സിലാവും. ഇവിടെ വരുമ്പോഴുള്ളൊരു മാറ്റം ഇവിടെ വന്നതിന് ശേഷം എല്ലാവർക്കും മനസ്സിലാകത്തുള്ളൂ. ഒരു തവണ വരേണ്ട സ്ഥലം തന്നെയാണ് വിയറ്റ്നാം. ഒരു തവണ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ആ സന്തോഷം